ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപവർത്തനവും അപവർത്തനാങ്കവും എന്ന രണ്ട് ടോപ്പിക്കാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അപവർത്തനം? When light enter from a medium to another medium, ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. When light enter from one medium to another medium, a deviation will happen. ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അതിന്റെ പാത്തിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ഈ ഡീവിയേഷനെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഈ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ ഓർ അപവർത്തനം. റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്നാണ് അതിന് പറയുന്ന പേര്. When light enters from one medium to another, the refraction will happen, the deviation will happen. For example, when light enters from vacuum to a glass medium, വാക്വത്തിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡീവിയേഷൻ സംഭവിക്കും. ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. സോ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഈ ഒരു റിഫ്രാക്ഷൻ എന്ന ഫിനോമിനെ കാണിക്കുന്ന ഒരു നമ്പറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. Refractive index of the medium is equal to C by V. So, what is refractive index? Apavartanangam. Refractive index is the ratio of speed of light in vacuum to speed of light in glass. വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡും ഗ്ലാസ്സിലുള്ള ലൈറ്റിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. It is the ratio of speed of light in vacuum to speed of light in glass or the medium. ഇവിടെ നമ്മൾ മീഡിയം ഗ്ലാസ് ആയിട്ടാണ് എടുത്തത്. So that is refractive index. So we know that the speed of light in vacuum is 3 into 10 raised to 8 meter per second. We know that speed of light in vacuum is 3 into 10 raised to 8 meter per second. We also know that speed of light in glass, the speed of light in glass Vg is equal to 2 into 10 raised to 8 meter per second. Speed of light in glass is 2 into 10 raised to 8 meter per second. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ന്യൂ is equal to C by V is equal to 3 into 10 raised to 8 divided by 2 into 10 raised to 8, which is equal to 1.5. So the refractive index is 1.5. So the refractive index of glass is 1.5. It is the ratio of speed of light in vacuum to speed of light in glass. So the value is 1.5. Okay. അപ്പൊ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Refractive index of a medium is 5. ഒരു മീഡിയത്തിന്റെ അപവർത്തനാങ്കം 5 ആണ് എങ്കിൽ ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ന്യൂ is equal to C by V, V is equal to C by nu. C is 3 into 10 raised to 8 meter per second. We know that the speed of light in vacuum is 3 into 10 raised to 8 meter per second. And we also know that the refractive index of that medium is 5. So the answer is 3 into 10 raised to 8 divided by 5, which is equal to 6 into 10 raised to 7 meter per second. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, the answer is 0.6 into 10 raised to 8 meter per second.
ഇതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആൻസർ. 0.6 into 10⁸ meter per second. The speed of light in that medium is 0.6 10⁸ meter per second. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? As the refractive index increases, the speed of light in that the medium is also decreases. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും? മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, if the refractive index is 10, the speed become 0.3 into 10⁸ meter per second. If the refractive index is 100, then speed become 0.03 into 10⁸ meter per second. So as the refractive index increases, the speed of light in that medium also not increases, it decreases. It gradually decreases. Okay, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിനൊരു ഡീവിയേഷൻ സംഭവിക്കും. അതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ മലയാളമാണ് അപവർത്തനം. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ലൈറ്റിന്റെ വാക്യൂത്തിലുള്ള സ്പീഡും ലൈറ്റിലെ മീഡിയത്തിലുള്ള സ്പീഡും തമ്മിലുള്ള റേഷ്യോയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ആസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, വാല്യൂ ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻസ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം ഡിക്രീസസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്കസ് ചെയ്തു, റിഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തു, ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. If refractive index of a medium is 15, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 15, മറ്റൊരു മീഡിയത്തിന്റെ പേര് 1 ആണ്, മറ്റൊരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 10 ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? ഈ രണ്ട് മീഡിയത്തിലൂടെയും ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന, ഈ രണ്ട് മാധ്യമത്തിലൂടെയും ലൈറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന സ്പീഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വി നോ ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു C by V, V equal to C by nu. So V1 is equal to C by N1, nu1, 3 into 10⁸ divided by 15. So the answer is 2 into 10⁷ meter per second. So the V2 is C by nu2. So 3 into 10⁸ by 10. So the answer is 0.3 into 10⁸ meter per second. Or it can be written as 3 into 10⁷ meter per second. So this way we can calculate the speed of light in various medium if we know the refractive index of each medium. If we know the refractive index of each medium, we can calculate the speed of light in each medium. അതാണ് C by V, nu equal to C by V എന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു റിഫ്രാക്ഷൻ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവണം. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് പ്രിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ റെയിൻബോ, മഴവിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഈ റിഫ്രാക്ഷൻ എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ, ഇതുപോലുള്ള കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ഏലിയൻ കോൺസെപ്റ്റ് അല്ല, ഇതൊരു വിദൂര കോൺസെപ്റ്റ് അല്ല.
ഈ കോൺസെപ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പോണ്ടിന്റെ അടുത്തേക്ക് പോവുക, ഒരു കുളത്തിന്റെ അടുത്തേക്ക് പോവുക. സോ വെൻ വി ലുക്ക് എ ഫിഷ് ഇൻസൈഡ് ദ പോണ്ട്, വി ക്യാൻ സ്പോട്ട് ഫിഷ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് പൊസിഷൻ. ഒരു നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ഒരു മറ്റൊരു പൊസിഷനിലാണ് ആ ഒരു ഫിഷിനെ നമുക്ക് കാണാൻ പറ്റുക. അതെന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ എന്നുള്ളൊരു ഫിനോമിനൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. So this is a pond. So this is a fish. ഇതൊരു ഫിഷാണ്. So when light from this point enter to this way, the refraction will happen because this medium is water, this medium is vacuum. So not vacuum, അല്ലെങ്കിൽ എയർ എന്ന് വേണേൽ പറയാം. വാക്വത്തിന്റെയും എയറിന്റെയും റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിലൂടെയുള്ള സ്പീഡ് ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ വാക്വം ഓർ എയർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും എയറിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്, വാക്വത്തിന്റെ അതേ എഫക്റ്റ് ആയിരിക്കും. കാരണം എയറിലൂടെയുള്ള വാക്വത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ്, ഈക്വൽ അല്ല, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എയറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറച്ച് കുറവാണ്, എന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ ഇവിടെ റിഫ്രാക്ഷൻ ഹാപ്പൻ ചെയ്തിട്ട് നോക്കുന്ന ഒരാൾക്ക് മത്സ്യം ഇവിടെയുള്ളത് പോലെ തോന്നും, മത്സ്യം കുറച്ച് ഇപ്പുറമായിട്ടുള്ളതായിട്ട് തോന്നും. ശരിക്കും മത്സ്യം എവിടെയുള്ള, ഫിഷ് എവിടെയുള്ള, റിയൽ ഫിഷ് ഇവിടെയുള്ള, ഇവിടെ ഏതായുള്ള വെർച്വൽ ഫിഷ്, വെർച്വൽ ആയിട്ടുള്ള ഫിഷ്. എന്താ, ഇതൊരു വെർച്വൽ ആണ്, ഇവിടെ ശരിക്കും ഇല്ല. നോക്കുന്ന ആൾക്ക് ഫിഷ് കുറച്ച് മാറിയതായിട്ട് തോന്നും, ഒരു ഡിസ്റ്റൻസ് മാറിയതായിട്ട് തോന്നും. സോ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ കൊണ്ടാണ്, അപവർത്തനം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മത്സ്യത്തെ ഈ അമ്പ് കൊണ്ട് എഴുതി പിടിക്കുന്ന ആൾക്കാരില്ല, ഇങ്ങനെ അമ്പ് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? മത്സ്യം എവിടെയാണോ കാണുന്നത് ആ കാണുന്ന പൊസിഷനിൽ കുറച്ച് താഴെ കുറച്ച് മാറ്റിയിട്ടാണ് അവര് ഉന്നം വെക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ കൊള്ളും. ഓക്കെ, ഇപ്പൊ മത്സ്യം ഇവിടെയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് മത്സ്യത്തെ ഇവിടെയാ കാണാൻ പറ്റുന്നത്, എനിക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണെങ്കിൽ ഞാൻ കുറച്ച് താത്തിയിട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് എന്റെ ഉന്നം ഈ ഫിഷിന് കൊള്ളും. സോ അതാണ് അപവർത്തനത്തിന്റെ ഒരു ഡെയിലി എക്സാമ്പിൾ, അല്ലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു എക്സാമ്പിൾ ഒന്നിതാണ്. മറ്റൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ, ഒരു പെൻസിൽ ഞാനിവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. ഇപ്പൊ പെൻസിൽ കുറച്ച് വളഞ്ഞിട്ട് ഒടിഞ്ഞ പോലെ നിൽക്കും. ഇതും റിഫ്രാക്ഷൻ കൊണ്ടാണ്. ഇതും ഹാപ്പൻസ് ചെയ്യുന്നത് റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻ കൊണ്ടാണ് ഈ ഒടിഞ്ഞ പോലെ നിൽക്കുന്നത്. ഓക്കെ, സോ റിഫ്രാക്ഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. അത് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകാത്ത അപവർത്തനത്തിന്റെ ഔട്ട്പുട്ടാണ്. സോ ഇത് റിഫ്രാക്ഷൻ, അപവർത്തനം എന്ന കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു കോൺസെപ്റ്റുമായി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.